ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ പഠിച്ചാലോ? അപ്പം എൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് കുറേശ്ശെയായിട്ട് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പോൾ നമുക്ക് അതിനെ ഫ്ലുവൻ്റ് ആക്കി കൊണ്ടുവന്നാലോ? കുറച്ച് വേർഡ്സ് ഡെയിലി പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറേയൊക്കെ ഇമ്പ്രൂവ് ആവാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഒരാൾ ഒരു ജോബിന് അപ്ലൈ ചെയ്തു, പക്ഷേ ഇൻ്റർവ്യൂവിന് പോയി കിട്ടിയില്ല. അപ്പോൾ ഫ്രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്തേക്കണേ. അപ്പോൾ അത് നമുക്കൊന്ന് എങ്ങനെയാണെന്ന് നമുക്ക് പഠിച്ചു നോക്കാം. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുക, ഹായ്, ഹൗ ആർ യു? യു ലുക്ക് എ ലിറ്റിൽ അപ്സെറ്റ് ടുഡേ. യു ലുക്ക് ലിറ്റിൽ അപ്സെറ്റ് ടുഡേ. നിന്നെ കണ്ടിട്ട് ഭയങ്കര അപ്സെറ്റായിട്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അപ്പോൾ അയാൾ പറയുമോ, ഓ ഐ ഡിൻ ഗെറ്റ് ദ ജോബ് ഐ അപ്ലൈഡ് ഫോർ. ഐ ഡിൻ ഗെറ്റ് ദ ജോബ് ഐ അപ്ലൈഡ് ഫോർ. ഞാൻ അപ്ലൈ ചെയ്ത ജോലി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഫ്രണ്ട്, ഓ ഐ എം റിയലി സോറി ടു ഹിയർ. നമുക്ക് എന്താ അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞു, ഓ ഐ എം റിയലി സോറി ടു ഹിയർ. നമ്മൾക്കോ അതിൽ ഒരു വിഷമമുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ആൻസർ കൊടുക്കണ്ടേ. വാട്ട് ഹാപ്പൻ? ദേ സെഡ് ദേ ചൂസ് സംവൺ വിത്ത് മോർ എക്സ്പീരിയൻസ്. അപ്പോൾ അവർ പറഞ്ഞു എന്ത്, അവർ വേറെ ആളെ ചൂസ് ചെയ്തു. ദേ സെഡ് ദേ ചൂസ് സംവൺ വിത്ത് മോർ എക്സ്പീരിയൻസ്. ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള വേറെ ആളെ അവർ ചൂസ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് പറയും, ഓ ദാറ്റ് മസ്റ്റ് ഫീൽ ഡിസപ്പോയിൻറ്റിങ്. യു വർക്ക് റിയലി ഹാർഡ് ഫോർ ഇറ്റ്. നീ നന്നായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്തു, പക്ഷെ അത് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ദാറ്റ് മസ്റ്റ് ഫീൽ ഡിസപ്പോയിൻറ്റിങ്. യു വർക്ക് റിയലി ഹാർഡ് ഫോർ ഇറ്റ്. ഐ നോ ഐ പ്രിപ്പയർഡ് എ ലോട്ട്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു, ഞാൻ ഒത്തിരി പ്രിപ്പയർ ചെയ്തു. ഐ പ്രിപ്പയർഡ് എ ലോട്ട് ബട്ട് ഇറ്റ് സ്റ്റിൽ വാസൻറ്റ് ഇനഫ്. അത് ഇനഫ് അല്ലായിരുന്നു, ഞാൻ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടതായിരുന്നു. ഇറ്റ് സ്റ്റിൽ വാസൻറ്റ് ഇനഫ് അല്ലായിരുന്നു. ഡോണ്ട് ബി ടു ഹാർഡ് ഓൺ യുവർ സെൽഫ്. യു സ്റ്റിൽ ഗെയിൻഡ് എക്സ്പീരിയൻസ് ഫ്രം ദ ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഫ്രണ്ട് പറയാൻ, ഡോണ്ട് ബി ടു ഹാർഡ് ഓൺ യുവർ സെൽഫ്. നിന്നെ ഹാർഡാക്കല്ലേ. യു സ്റ്റിൽ ഗെയിൻഡ് എക്സ്പീരിയൻസ് ഫ്രം ദ ഇൻ്റർവ്യൂ. നിനക്ക് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എങ്കിലും കിട്ടിയല്ലോ എന്ന് ഫ്രണ്ട് പറയുമോ. അപ്പോൾ അയാൾ തിരിച്ച് പറയാം, ട്രൂ ഐ ഗസ് ഇറ്റ് വാസ് ഗുഡ് പ്രാക്ടീസ്. ശരിയാണ്, ട്രൂ ഐ ഗസ് ഇറ്റ് വാസ് ഗുഡ് പ്രാക്ടീസ്. എനിക്കൊരു പ്രാക്ടീസ് എങ്കിലും കിട്ടി. ഫ്രണ്ട് ചോദിക്കുക, ആർ യു ഗോയിങ് ടു അപ്ലൈ ഫോർ അനദർ ജോബ്? നീ വേറെ ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ആർ യു ഗോയിങ് ടു അപ്ലൈ ഫോർ അതർ ജോബ്? യെസ് ഐ വിൽ. ഐ ജസ്റ്റ് നീഡ് എ ഡേ ടു റിലാക്സ് ആൻഡ് ക്ലിയർ മൈ മൈൻഡ്. എനിക്ക് ആദ്യം എൻ്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കണം. യെസ് ഐ വിൽ. ഐ ജസ്റ്റ് നീഡ് എ ഡേ. എനിക്കൊരു ദിവസം വേണം ടു റിലാക്സ് ആൻഡ് ക്ലിയർ മൈ മൈൻഡ്. അപ്പോൾ എൻ്റെ മൈൻഡ് ഒന്ന് എനിക്ക് ക്ലിയർ ആക്കണം. എനിക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം അടുത്ത ജോബിന് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ കുറച്ച്